പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്ക് ഊന്നൽ നൽകാനുള്ള ശ്രമങ്ങൾ ബജറ്റിൽ വ്യക്തമാണ്. ആണവോർജ്ജ രംഗത്ത് കൂടുതൽ വികസനത്തിനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ചെറുകിട അനുബന്ധ ആണവ റിയാക്ടറുകൾ വികസിപ്പിക്കാനും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇതിനായി സ്വകാര്യ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. തന്ത്രപരമായ മാറ്റമാണ് ആണവോർജ്ജ രംഗത്ത് ബജറ്റിലൂടെ സർക്കാർ കൊണ്ടുവരുന്നത്. പരമ്പരാഗത വൻകിട റിയാക്ടറുകൾക്ക് പകരം ആണവോർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ചെറുകിട റിയാക്ടറുകൾ നിർമ്മിക്കും. പ്രത്യേക ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന ആണവ നിലയങ്ങൾ വികസിപ്പിക്കാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. ഇതിനായി സ്വകാര്യ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. ഭാരത് സ്മാർട്ട് റിയാക്ടേഴ്സ് എന്ന പേരിലാണ് ഇവ നിർമ്മിക്കുക. Our government will partner with the private sector for 1. Setting up Bharat Small Reactors. 2. Research and development of Bharat Small Modular Reactor. And 3. Research and development of newer technologies for nuclear energy. The R&D funding announced in the interim budget will be made available for this sector also. Advanced ultra supercritical thermal power plants. The development of indigenous technology for advanced ultra supercritical thermal power plants will set up a full-scale 800 megawatt commercial plant using AUSC technology. Moving forward, development of indigenous capacity for the production of high-grade steel and other advanced metallurgy materials for these plants will result in strong spin-off benefits for the economy. അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റുകൾ വികസിപ്പിക്കും. NTPC, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ സംയുക്തമായാണ് നടപ്പാക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി 800 മെഗാവാട്ട് വാണിജ്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് സർക്കാർ ധനസഹായം നൽകും. താപവൈദ്യുത രംഗത്ത് കാര്യമായ പുരോഗതി കൈവരിക്കാനും ഇത് സഹായകമാകുമെന്നാണ് നിർമ്മല സീതാരാമന്റെ വിലയിരുത്തൽ. 19,100 കോടി രൂപയാണ് പുതിയ പുനരുപയോഗ ഊർജ്ജ മേഖലയ്ക്കായി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളതെന്നതും ശ്രദ്ധേയമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.